ഹായ് നമസ്കാരം. നിങ്ങൾ അവസാനമായിട്ട് ഫോൺ എടുത്ത് നോക്കിയത് എപ്പോഴാന്ന് ഓർമ്മയുണ്ടോ? ചിലപ്പോ ഇത് കാണുന്നതിന് തൊട്ടു മുമ്പായിരിക്കും അല്ലേ? അപ്പൊ നമ്മുടെ ജീവിതത്തില് ഇത്രയധികം സ്വാധീനമുള്ള ഈയൊരു ഉപകരണമില്ലേ, ഇതുമായുള്ള നമ്മുടെ ബന്ധം അതൊരു വെറും ശീലം മാത്രാണോ, അതോ അതിനപ്പുറത്തേക്ക് ഒരുതരം അഡിക്ഷൻ, ഒരു അടിമത്തം ആയി മാറിയോ? വാ, നമുക്കിതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലെന്ന് സംസാരിക്കാം. ബാ, ഈ സ്ക്രീനിൽ കാണുന്ന ഈ കണക്കില്ലേ, ഇത് കണ്ടാൽ ഒരുപക്ഷെ നമ്മളെല്ലാവരും ഒന്ന് ഞെട്ടും. കുട്ടികളിൽ 80% പേരും ഓരോ 5 മിനിറ്റിലും അവരുടെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ടത്രേ. അതെ, ഞാൻ പറഞ്ഞത് ശരിക്ക് കേട്ടോളൂ, ഓരോ 5 മിനിറ്റിലും. ഈ ഒരൊറ്റ കണക്ക് മാത്രം മതി നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എത്രത്തോളം സീരിയസ് ആണെന്ന് മനസ്സിലാക്കാൻ. അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ഇതൊരു വെറും ശീലമാണോ, അതോ ഒരു അഡിക്ഷൻ തന്നെയാണോ? ഒരു നിമിഷത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫോൺ കയ്യിലില്ലാത്തൊരു നിമിഷം നിങ്ങൾക്കതൊന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? അങ്ങനൊരു അവസ്ഥ വന്നാൽ നിങ്ങൾ കൂളായിട്ടിരിക്കുവോ, അത് ഉള്ളിലൊരു വെപ്രാളം, ഒരു അസ്വസ്ഥതയൊക്കെ തോന്നുവോ? ശരി, അപ്പൊ നമുക്ക് ഈ ഒരു പുതിയ തരം അഡിക്ഷനെപ്പറ്റി കുറച്ചുകൂടി സംസാരിക്കാം. ഇത് വെറും ഒരു വ്യക്തിപരമായ പ്രശ്നം എന്നതിനപ്പുറം ഒരു സാമൂഹിക പ്രതിഭാസം തന്നെയായി മാറിക്കഴിഞ്ഞു. അതെ, ഈ അവസ്ഥയ്ക്ക് ശാസ്ത്രീയമായിട്ട് ഒരു പേരുണ്ട് കേട്ടോ. നോമോഫോബിയ, അതായത് നോ മൊബൈൽ ഫോൺ ഫോബിയ എന്നതിന്റെ ഒരു ഷോർട്ട് ഫോം. ഫോൺ കയ്യിലില്ലാതാവുക, അല്ലെങ്കിൽ ബാറ്ററി തീർന്നു പോവുക, അതുമല്ലെങ്കിൽ റേഞ്ച് പോവുക. ഈ സമയത്തൊക്കെ നമ്മളിൽ പലർക്കും ഒരു വെപ്രാളം തോന്നാറില്ലേ? ആ ഒരു പേടി, അതുതന്നെയാണ് സംഭവം. ചിലർക്ക് ഇതൊരു ചെറിയ ടെൻഷനായിരിക്കാം, പക്ഷെ മറ്റു ചിലർക്ക് ഇതൊരു പാനിക് അറ്റാക്ക് പോലെ വരെ വരാം. പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ളൊരു പ്രശ്നമാണെന്ന് കരുതരുത്. ലോകം മുഴുവനുമുണ്ടേ ഈ അവസ്ഥ. ചൈന, ബ്രിട്ടൻ, സ്പെയിൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളില് ആളുകളെ ഈ ടെക്നോളജി അഡിക്ഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് പ്രത്യേക ഡീറ്റോക്സ് സെന്ററുകൾ തന്നെയുണ്ട്. ഒന്നാലോചിച്ചു നോക്കൂ, അപ്പൊ സംഗതി എത്രത്തോളം ഗുരുതരമാണെന്ന് നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, അല്ലേ? ശരി, ഇനി നമുക്കിതിന്റെ പിന്നിലുള്ള ശാസ്ത്രീയ വശത്തേക്ക് കടക്കാം. ഈ സ്ക്രോളിങ്ങിന് പിന്നിലെ സയൻസ് എന്താണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഫോണുകൾ ഒരു നിമിഷം പോലും താഴെ വെക്കാൻ പറ്റാത്തത്? അതിന്റെ ഉത്തരം നമ്മുടെ തലച്ചോറിനകത്ത് തന്നെയുണ്ട്. അതെ, എന്താണ് നമ്മളിങ്ങനെ ഫോണിന്റെ സ്ക്രീനിലേക്ക് പിടിച്ചു വലിക്കുന്ന ആ ഒരു ശക്തി? അതിന്റെ ഉത്തരം കിടക്കുന്നത് നമ്മുടെ തലച്ചോറിനുള്ളിലെ റിവാർഡ് സിസ്റ്റത്തിലാണ്. ഇതിനെയാണ് സോഷ്യൽ മീഡിയ ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത്. സംഭവം സിമ്പിളാണ്. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അതിന് ലൈക്കുകളും നോട്ടിഫിക്കേഷനുകളും വരാൻ തുടങ്ങും. ഓരോ തവണ ഇങ്ങനെ വരുമ്പോഴും നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്നൊരു കെമിക്കൽ റിലീസാവും. ഈ ഡോപ്പമിനാണ് നമുക്ക് സന്തോഷവും സംതൃപ്തിയൊക്കെ തരുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? തലച്ചോറ് പറയും, ഹേയ്, ഇത് കൊള്ളാലോ, എനിക്കിത് ഇനിയും വേണമെന്ന്. ആ ഒരു സന്തോഷം വീണ്ടും വീണ്ടും കിട്ടാൻ വേണ്ടി നമ്മൾ പിന്നെയും പിന്നെയും ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടേയിരിക്കും. സോഷ്യൽ മീഡിയ ആപ്പുകളൊക്കെ നമ്മുടെ തലച്ചോറിനെ ഹൈജാക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് മാത്രമല്ല കേട്ടോ, കൂട്ടുകാരുടെ ഇടയിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്നൊരു പേടിയില്ലേ, ഫോമോ അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. പിന്നെ മറ്റുള്ളവരെ പോലെ ആകാനുള്ളൊരു പ്രഷർ, ഇതെല്ലാം നമ്മളെ വീണ്ടും വീണ്ടും ഫോണിലേക്ക് തന്നെ വലിച്ചെടുപ്പിക്കും. അപ്പോ നമ്മൾ ഈ കണക്ഷന് കൊടുക്കുന്ന വില എന്താണ്? ഈ ഡിജിറ്റൽ ബന്ധങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തു വിലയാണ് കൊടുക്കുന്നത്? ഒരുപക്ഷേ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ യഥാർത്ഥ ബന്ധങ്ങളായിരിക്കാം. നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. ഇതൊന്ന് വായിച്ചു നോക്കൂ. നിങ്ങളോടും നിങ്ങളുടെ ഫോണിനോടുമൊപ്പം സമയം ചിലവഴിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കുറച്ച് കളിയാക്കലുണ്ടല്ലേ ഇതില്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു റെസ്റ്റോറന്റിൽ ഡേറ്റിന് വന്ന രണ്ടുപേർ. അവർ പരസ്പരം സംസാരിക്കുന്നില്ല. പകരം രണ്ടുപേരും അവരവരുടെ ഫോണിൽ കുത്തിയിരിക്കുകയാണ്. പുറമേ നിന്ന് കാണുന്ന ഒരാൾക്ക് എന്ത് തോന്നും? നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ പോലും നമ്മൾ എത്രത്തോളം ഒറ്റയ്ക്കാണെന്ന് ഈ ഒരു വാചകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലേ? അറിയാമോ, ഈ ഒരു പ്രവൃത്തിക്ക് ഇപ്പോൾ ഒരു പേര് തന്നെയുണ്ട്, ഫബ്ബിംഗ്. അതായത് ഫോൺ ഉപയോഗിച്ച് കൂടെയുള്ള ആളെ അവഗണിക്കുക. നമ്മളിൽ പലരും ചിലപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ മറ്റൊരാൾ കാരണം നമ്മൾക്കിത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഈ ഒരു ശീലം നമ്മുടെ സൗഹൃദങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും ഒക്കെ എത്ര മോശമായിട്ടായിരിക്കും ബാധിക്കുന്നുണ്ടാവുക. ഈ അവസ്ഥ എത്രത്തോളം മോശമായെന്നറിയണോ? ഹോക്കി മത്സരങ്ങൾ നടക്കുന്ന ഗ്രൗണ്ടുകളില് ഇപ്പോൾ ചില ബോർഡുകൾ കാണാം. മാതാപിതാക്കളോട് സ്വന്തം കുട്ടികളുടെ കളി കാണാൻ പറയുന്ന ബോർഡുകൾ. ഫോണിൽ നോക്കിയിരിക്കാതെ ദയവായി നിങ്ങളുടെ മക്കളുടെ കളി കാണൂ എന്ന് എഴുതി വെക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു സങ്കടം തോന്നുന്നില്ലേ? നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിന്റെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണിത്. അപ്പോ ഇത് നമ്മുടെ ബന്ധങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്, നമ്മുടെ ആരോഗ്യത്തെയും കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഉറക്കത്തെ. ഈ ഫോൺ സ്ക്രീനിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റില്ലേ, അത് നമ്മുടെ ഉറക്കത്തിന് സഹായിക്കുന്ന മെലറ്റോണിൻ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനം കുറയ്ക്കും.
ഫലമോ? ഉറക്കമില്ലായ്മ, ഡിജിറ്റൽ ഐ സ്ട്രെയിൻ കൂടാതെ പല അസുഖങ്ങളും വരാനുള്ള സാധ്യത കൂടും. പോരാത്തതിന് ഉറക്കക്കുറവ് കാരണം വാഹനാപകടങ്ങൾ വരെ സംഭവിക്കാം. ഒന്ന് ശ്രദ്ധിച്ചേ, ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്ന ശീലമുണ്ടെങ്കിൽ ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വെക്കുക. മണിക്കൂറിൽ 90 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കുമ്പോൾ വെറും 5 സെക്കൻഡ് നേരത്തേക്കൊരു മെസ്സേജ് വായിക്കാൻ നോക്കിയാൽ അത് കണ്ണുകെട്ടി ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ നീളം മുഴുവൻ ഓടുന്നതിന് തുല്യമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര വലിയൊരു അപകടമാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഇതുവരെ നമ്മൾ ഇതിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഇതിൽ നിന്നൊരു തിരിച്ചുപോക്ക് സാധ്യമാണോ? ഈ ഡിജിറ്റൽ ലോകത്തിന്റെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? പറ്റും, തീർച്ചയായും പറ്റും. അതിലേക്കാണ് നമ്മളിനി വരുന്നത്. ഫോണും മറ്റ് ടെക്നോളജിയും ഒന്നും ഇല്ലാത്തൊരു സമ്മർ ക്യാമ്പിൽ പങ്കെടുത്ത ഒരാളുടെ അനുഭവമാണിത്. ആലോചിച്ചു നോക്കൂ, ഫോണില്ലാത്തൊരു ലോകം. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നിയെങ്കിലും ആ ദിവസങ്ങൾ അവർക്ക് സമ്മാനിച്ചതെന്തൊക്കെയാണെന്ന് നോക്കൂ. ഒരുപാട് സാഹസങ്ങൾ, യഥാർത്ഥ മനുഷ്യബന്ധങ്ങൾ, പിന്നെ ജീവിതകാലം മുഴുവൻ ഓർക്കാൻ പറ്റുന്ന സൗഹൃദങ്ങൾ. ഈ ക്യാമ്പിന്റെ അനുഭവം ഒരു വലിയ പാഠം തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും ഇതുപോലെയൊരു ക്യാമ്പിൽ പോകാനൊന്നും പറ്റിയെന്ന് വരില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില ചെറിയ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷനുകൾ അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക, രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഫോൺ ബെഡ്റൂമിന് പുറത്തു വെക്കുക, പിന്നെ വീട്ടിൽ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു ഫോൺ ഫ്രീ സോൺ ആക്കുക. ഇതുപോലെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരും, ഉറപ്പാണ്. അപ്പോ നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സമയത്തെക്കുറിച്ചാണ്. നമ്മുടെ സമയം എത്രത്തോളം വിലപ്പെട്ടതാണെന്നതിനെക്കുറിച്ച്. അപ്പോ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? ഇതാണിതിന്റെ എല്ലാം കാതല്. നമ്മളെ ശരിക്കും സന്തോഷിപ്പിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവില്ലേ, അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന നിമിഷങ്ങൾ അത് ശരിക്കും ആസ്വദിക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായി, നമ്മൾ ആരുടെ കൂടെയാണോ ഇരിക്കുന്നത് അവരുമായി കൂടുതൽ സംസാരിക്കുക, അവരുമായി കണക്ട് ചെയ്യുക. ആപ്പിളിന്റെ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സിന്റെ ഈ വാക്കുകൾക്കിവിടെ വലിയ പ്രസക്തിയുണ്ട്. നിങ്ങളുടെ സമയം പരിമിതമാണ്, അതുകൊണ്ട് മറ്റൊരാളുടെ ജീവിതം ജീവിച്ച് അത് പാഴാക്കരുത്. നമ്മുടെ വിലപ്പെട്ട സമയം മറ്റുള്ളവരുടെ സോഷ്യൽ മീഡിയയിലെ ജീവിതം കണ്ടു തീർക്കാതെ നമ്മുടെ സ്വന്തം ജീവിതം ജീവിക്കാനായി ഉപയോഗിക്കാം, നമ്മുടെ സ്വന്തം നിമിഷങ്ങൾ ആസ്വദിക്കാൻ. അതുകൊണ്ട് അവസാനം ഈ ചോദ്യം നിങ്ങളോടാണ്. ഏതൊക്കെ നിമിഷങ്ങൾ ജീവിക്കാനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? ഓർമ്മയിൽ സൂക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു സ്ക്രീനിലൂടെ കണ്ട ഡിജിറ്റൽ ചിത്രങ്ങളാണോ? അതോ നിങ്ങളുടെ കൺമുന്നിൽ സംഭവിച്ച് നിങ്ങൾക്ക് തൊട്ടറിയാനും അനുഭവിക്കാനും കഴിഞ്ഞ യഥാർത്ഥ നിമിഷങ്ങളാണോ? ആലോചിച്ചു നോക്കൂ. തീരുമാനം നിങ്ങളുടേതാണ്.